ഹായ് PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേത്തെ ഈവനിങ്ങും അതേപോലെ സാറ്റർഡേത്തെ മോർണിംഗും സ്റ്റഡി വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈഡേ ഒരു 5 മണിക്കൊക്കെ ശേഷം ഞാൻ പഠിക്കാനിരുന്നതാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ഞാൻ SCRT ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുകയാണ്. അതാകുമ്പോൾ എക്സാമിന് നമുക്ക് പോകുമ്പോൾ റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സും അതേപോലെ ഭരണ സംവിധാനമൊക്കെ വരുന്നില്ലേ, ആ ഒരു ബുക്കിൽ കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഡിയാക്കിൻ്റെ ബുക്കാണിത്. പക്ഷെ ഞാൻ നേരത്തെ പഠിച്ചതാണ് ഈ ഭാഗങ്ങൾ. എന്നാലും ഞാനത് ഹൈലൈറ്ററൊന്നും വെച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പേനയുണ്ട് ഇങ്ങനെ അടിവര ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം, മെയിൻ പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പഠിക്കാം കേട്ടോ. അത് കുറച്ച് നേരം പഠിക്കുമ്പോഴേക്കും പിന്നെ ബോറടിച്ചു. എനിക്ക് എന്താണെന്ന് അറിയില്ല, ആ ഒരു സബ്ജക്റ്റുകൾ നല്ല ബോറടി കേട്ടോ പഠിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാറില്ല, കുറച്ചായിട്ടാണ് ഇരുന്ന് പഠിക്കാറ്. പിന്നെ ഞാൻ എൻ്റെ ഈ സ്റ്റഡി ടേബിളൊക്കെ കുറച്ചിങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു 2 ചെറിയ ബുക്കുകളുണ്ടല്ലോ, അത് ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, അതും തുടങ്ങണം. പിന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ, രാവിലെ ഇട്ട ടൈം ടേബിളാണ്. അപ്പോൾ അതിൽ ഇത്രയുമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ SCRTയുടെയൊക്കെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി മാത്സും മലയാളവും നോക്കാനുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 6:15 ആ സമയമൊക്കെ ആയപ്പോഴാണ് മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മുറ്റൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് അടിച്ചു വിടാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം കുറച്ച് നേരം അവിടെ ഊഞ്ഞാലിലിരുന്ന് ആടി കുറച്ച് വീഡിയോ ക്ലാസ്സും കണ്ടു കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ഉള്ളിലേക്ക് വന്ന് പിന്നെ രാത്രി കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന തിരക്കും അതൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഫുള്ള് വീഡിയോ ക്ലാസ്സാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. ഞാൻ ബുക്കേ എടുത്തിട്ടില്ല, ഫുള്ള് വീഡിയോ ക്ലാസ് ആയിരുന്നു. ഞാനും ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഗ്യാസ് തീർന്ന് അങ്ങനെയൊക്കെ കുറേ അതിൻ്റെ പിന്നാലേക്ക് പോയി എൻ്റെ ടൈം കുറേ പോയി. അതിനുശേഷം ഇനി നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. അപ്പം ഞാൻ തലേ ദിവസം ഫുള്ള് വീഡിയോ ക്ലാസ്സും പിന്നെ ഫ്രണ്ട്സിനെ കോൾ ചെയ്തിട്ടുമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, രാത്രി ഒരു 10:30 വരെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ, അതായത് നമ്മൾ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ഞാൻ ടൈം ടേബിൾ ഇടാണ് കേട്ടോ. ഇന്ന് ഞാൻ എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ട്, ഒരു 5:45 ആയിട്ടോ. കാരണം കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ, അപ്പോൾ ഇന്ന് മെല്ലെ എണീറ്റ് എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കർ PSCയിൽ ശ്രുതി മാം എടുക്കുന്നുണ്ടല്ലോ ഇംഗ്ലീഷിൻ്റെ ഒരു സീരീസ്, അത് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ നോട്ടൊക്കെ എഴുതിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് കാണണം. VFAക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇപ്പോൾ അവർ തുടങ്ങിയതാണ്. 4 ക്ലാസ് എന്തോ ആയി, എൻ്റെ 3 ക്ലാസ്സാണ് കേട്ടോ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നോട്ടൊക്കെ എഴുതുന്നത്. അതിനു മുമ്പ് ഒന്ന് റിവിഷൻ ചെയ്യണമല്ലോ, ആ ഒരു ആദ്യത്തെ 3 ക്ലാസ്സിലെ ഒന്ന് റിവിഷൻ ചെയ്യണം. ഇത് മുൻപ് പഠിച്ചതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ അതേപോലെ ഈ മാമിൻ്റെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാണേ. രാവിലെ എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ക്ലാസ് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ ഈ എല്ലാ ക്ലാസ്സുകളും കേൾക്കൽ, അധിക ക്ലാസ്സുകളും അത് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ മാറ്റി കേട്ടുകൊണ്ടിരിക്കും. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്സ് ആൻഡ് ട്രിക്സ്, അവർ VFAക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തുടങ്ങുന്നുണ്ടല്ലോ NCERT പോയിൻ്റൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്. അപ്പോൾ അത് കേൾക്കും കേട്ടോ. അത് ഈ സമയത്താണ് ഞാൻ കേൾക്കുക, ലൈവായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റാറില്ല. ഇങ്ങനെ പഠിക്കുമ്പോൾ എല്ലാം തലയിൽ കയറുക വെച്ചാൽ കുറച്ച് ഒരു 50-60% നമുക്ക് കയറും. അപ്പോൾ അത്രയെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിലത്തെ ജോലികളെല്ലാം വേഗം ചെയ്തിട്ട് വേണം ഇനി പഠിക്കാനിരിക്കാമെന്ന് വെച്ചിട്ട് വേഗം ചെയ്തു. എങ്കിലും കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് വൈകും കേട്ടോ, എന്നുള്ളതുപോലെ നേരത്തെ ആവാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡി റൂമിലൊക്കെ പോയി. പിന്നെ എൻ്റെ ഈ ഒരു മണി പ്ലാന്റ് വെയിൽ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് വെയിലെറിച്ചപ്പോൾ ഞാനത് പുറത്തുകൊണ്ടുപോയി വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ബാക്കി ചെടികളെയൊക്കെ ഒന്ന് നോക്കുന്നത് നേരാവണ്ണം. കാരണം ഇത്ര ദിവസം എക്സാമിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാനെങ്കിലും നോക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് അതിന് പോലും വരുന്നില്ല. അതൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് അതേപോലെ അതിൻ്റെ ചോട്ടിലൊക്കെ ഫുള്ള് വേറെ ചെടികളൊക്കെ വളർന്നിട്ട് ആകെ എന്താ പറയുക, ചെടികളുടെ ആ ഒരു ജീവനൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിനെയൊക്കെ നല്ലതാക്കി കൊണ്ടുവരണം. പിന്നെ ആ ഒരു റോസ് ചട്ടിയിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, അതിനേക്കാൾ നന്നായിട്ട് അതിൽ വേറെ ചെടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കണം. ഇനി കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു പണിയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ റോസിൽ നോക്കുമ്പോൾ ഇതാ ഒരു പുഴു, ഇങ്ങനത്തെ ഒന്നല്ല കേട്ടോ, കുറേ എണ്ണം ഉണ്ട്. അപ്പുറത്ത് നോക്കിയപ്പോൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു. വെയിലറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോവായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ വന്നിട്ട് ഞാൻ പഠിക്കാനിരിക്കുന്നത് ഈ ആഗോളവാദങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് പഴയ റാങ്ക് ഫയലാണ് എങ്കിൽ അതിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് SCRT ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി പഠിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ്. ഇന്നത്തേന്ന് ഫുള്ളായിട്ടൊന്നുമില്ല, സാറ്റർഡേ ഒരു 10-11 മണി വരെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ.